ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആണുങ്ങളല്ലേ, അവര് ചെളി കണ്ട ചവിട്ടും, വെള്ളം കണ്ട അത് കഴുകും. എവിടെയോ വായിച്ച പഴഞ്ചൊല്ല. ആ കല്യാണത്തിന് ഡെയ്സിയുടെ കഴുത്തി മിന്നി കെട്ടുന്നത് ഈ ഞാനായിരിക്കും. ഡേവിസ് അല്ലേ അങ്കിളേ? അതെ, നമ്മള് തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കൂ. പക്ഷേ അവിടെ ഇപ്പൊ നമ്മൾ ഉറപ്പിക്കാൻ പോകുന്നത് ശിവന്റെയും ഡേസിയുടെയും ഒരിക്കലും നടക്കാത്ത മിന്നുകെട്ട. എടാ മോനെ, ഇക്കാര്യത്തിൽ ഡേവിസ് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമ്മൾ ഒട്ടും പേടിക്കണ്ടടാ, ഒട്ടും. അതെ, അങ്ങനെ തോറ്റുമടങ്ങാനല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി യവനിക ഉയരേണ്ടത് മാണിക്കൊത്ത മുറ്റത്താ. പഴയ കൂട്ടുകാരന് മുന്നിൽ പുതിയ മുഖവും പുതിയ തന്ത്രവുമായി അങ്കിളിന്റെ ഒരു പരകായ പ്രവേശം. അതെ, മഹേന്ദ്രന്റെ മുന്നിലേക്ക് ഈ പ്ലാമൂട്ടിൽ യോഹന്നാന്റെ പരകായ പ്രവേശം. വിഷ്ണുവിന്റെ മൊബൈലിലേക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ വന്നിരിക്കുന്നത് ഒരു സ്ത്രീയുടെ ഫോണിൽ നിന്നാണ്. രേഷ്മ. ജീവിതത്തിന്റെ കൈപ്പേറിയ നിമിഷങ്ങൾ ഒരുപാട് അനുഭവിച്ച് അതിനെയെല്ലാം അതിജീവിച്ച് വന്നവളാണെന്ന് ചെറിയൊരു സ്വകാര്യ അഹങ്കാരത്തോടെ തന്നെയാ ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷെ നിന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധികൾ കാണുമ്പോൾ അമ്മയുടെ നെഞ്ചു പോലും തകർന്നു പോവാ മോളെ. ഈ പോക്കിത് എങ്ങോട്ടാ? ആർക്കും ആരെയും മനസ്സിലാക്കാനും പറ്റുന്നില്ല. ഞാൻ എന്റെ ജീവിതാനുഭവങ്ങൾ വെച്ച് പറയാ, ഞാൻ ചവിട്ടി നടന്ന കല്ലും മുള്ളിനേക്കാൾ കഷ്ടമാണ് നീ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ വഴി. പേടിയാവുക എനിക്ക്. ആ അറിവ് അമ്മയേക്കാൾ മുൻപ് എനിക്കുണ്ടായതും ഇങ്ങനെയൊക്കെ പോകാനുള്ള കരുത്ത് കിട്ടിയതും എന്റെ അമ്മയിൽ നിന്ന് തന്നെ ആവണം. ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലമ്മ. ഞാനൊന്ന് പതറിപ്പോയ ഈ കുടുംബം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. എന്നിലെ തോളിന്റെ ബലത്തിലാ ഇതിപ്പോ നിലനിൽക്കുന്ന. എനിക്കാണെങ്കിൽ ഒന്ന് ചായാൻ പോലും ഒരു തോളില്ലാത്ത അവസ്ഥയും. ഈ അവസ്ഥയിലേക്ക് ഞാൻ വന്നതാണോ, അതോ എന്നെ ആരെങ്കിലും വരുത്തിയതാണോ? ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന ആള് തന്നെ. നിന്റെ മനസ്സില് എന്നോട് പറയാൻ പറ്റാത്ത മറ്റെന്തെങ്കിലും നീ ഒളിക്കുന്നുണ്ടോ മോളെ? ആണുങ്ങളെല്ലാം ചതിയന്മാരാണോ അമ്മ? നമ്മുടെ മുന്നില് അവര് കാണിച്ചു കൂട്ടുന്നതെല്ലാം അഭിനയാണോ? അവര് എങ്ങനെയാ അമ്മ മനസ്സിലാക്കാൻ പറ്റുക? എല്ലാവരും ചതിയുടെ പാരമ്പര്യമുള്ളവരാണോ അമ്മ? മോളെ, വലിയൊരു ചതി കൂടെ നീന്തി കയറി തന്നെയാ അമ്മയും വന്നത്. രാത്രി ഉറങ്ങാതെ നിങ്ങളെയും കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോ എത്ര രാത്രിയായാലും ഉറക്കമൊന്നും വരില്ല. വന്നാലും അടഞ്ഞു പോവാതിരിക്കാൻ എന്റെ കണ്ണുകൾക്ക് കഴിയുമായിരുന്നു. കാരണം അവർക്കറിയാം, ആ വീടും ആ വീട്ടിലുള്ള 3 പെൺകുഞ്ഞുങ്ങളെയും നോക്കാൻ ഈ കണ്ണുകൾ മാത്രമേ ഉള്ളൂന്ന്. ഒരു കാലൊച്ച കേട്ട നിന്റെ അച്ഛനാണോ എന്ന് സംശയിച്ച് വാതിലിനരികിൽ എത്രയോ വട്ടം വന്ന് നിന്നിട്ടുണ്ടെന്നോ. ഒന്ന് ചുമച്ചിട്ട്
ശാരദേ, ഞാൻ എത്തി എന്ന് കേൾക്കാൻ എത്രയോ തവണ വാതിലിന് പിന്നില് കാതു കൂർപ്പിച്ച് നിന്നിട്ടുണ്ടെന്നോ. പിന്നീടല്ലേ ഞാൻ അറിയുന്നത് നിന്റെ അച്ഛൻ രാജേശ്വരിയും കെട്ടി അവിടെയാ പൊറുതിന്ന്. അത്രയും വലിയ ചതിയൊന്നും എന്തായാലും എന്റെ മോളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ഉറപ്പിക്കാനാവില്ലമ്മ. ആണുങ്ങളല്ലേ, അവര് ചെളി കണ്ട ചവിട്ടും, വെള്ളം കണ്ട അത് കഴുകും. എവിടെയോ വായിച്ച പഴഞ്ചൊല്ല, പക്ഷെ അത് സത്യമാണെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നത് നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ തന്നെയാ. മറ്റൊരു സ്ത്രീയെ കണ്ടപ്പോ അച്ഛനും അമ്മയെ വിട്ടു പോയില്ലേ? അതുവരെ അച്ഛന് അമ്മ വേണ്ടപ്പെട്ട ആള് തന്നെയായിരുന്നില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഈ വർഗത്തെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന്. മോളെ, വിഷ്ണുവിനെ കുറിച്ച് എന്റെ മോൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നീന്ന് വെച്ചാ അവന് ജീവനായിരുന്നു. അങ്ങനെ ജീവനായിട്ട് കരുതുന്നവര് ഒരു നോട്ടം കൊണ്ട് പോലും നമ്മളെ വേദനിപ്പിക്കുന്നത് നമുക്ക് സഹിക്കുവാമേ. അപ്പോ ചങ്കില് കൂടം കൊണ്ടടിച്ചാലോ, കുത്തി മുറിവേൽപ്പിച്ചാലോ? അവസ്ഥയാ എനിക്കിപ്പോ. ജീവിക്കണോ മരിക്കണോന്ന് സംശയത്തോടെ നമ്മളോട് തന്നെ ചോദിക്കില്ലേ? അതാ അവസ്ഥ. പെണ്ണായി ജനിച്ച പെരുമ കേൾപ്പിക്കണമെന്ന് പഴമക്കാര് പറയും. അങ്ങനെ കേൾപ്പിച്ചിട്ടുള്ളവരുണ്ട് നമ്മുടെ ഈ നാട്ടിൽ തന്നെ. അവർക്കെല്ലാം 100 കൂട്ടം പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരുടെ ലക്ഷ്യം അതിനൊരു പ്രശ്നവും തടസ്സമായിരുന്നില്ല. പ്രതിസന്ധികളും തടസ്സങ്ങളും ഒക്കെ വരും, അത് സ്വാഭാവിക. അത് മനസ്സിലാക്കി ജീവിതത്തിന്റെ കടിഞ്ഞാൺ നഷ്ടപ്പെടാതെ നോക്കുക. ബാക്കിയെല്ലാം പിന്നാലെ വന്നോളും. മോളെ, നമ്മൾ എന്താണെന്നും നമ്മൾ ഏതറ്റം വരെ പോകുന്നും നമ്മളോളം അറിയാവുന്നവര് വേറെ ഇല്ലല്ലോ. എന്റെ മോള് എന്റെ മോളായിട്ട് തന്നെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. എല്ലാ സങ്കടങ്ങളും മാറും, മാറ്റിത്തരും സർവേശ്വരൻ.